ചെന്നൈയുടെ കാര്യത്തിലേക്ക് വന്നാൽ ചെന്നൈ ഇപ്പം പ്ലേ ഓഫ് റേസിൽ മുന്നിലുള്ള ഒരു ടീമാണ്. തുടക്കത്തിൽ ചെന്നൈക്ക് അത്ര മികച്ചൊരു റെക്കോർഡ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. പിന്നെ അവർ ശക്തമായി തിരിച്ചു വരുന്ന ഒരു സാഹചര്യം കണ്ടു. അപ്പോൾ ചെന്നൈയുടെ ഒരു സാധ്യത ഈ സീസണിൽ എത്രത്തോളം ഇനിയുണ്ട്? ഈ 3 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്, അതും ക്രൂഷ്യൽ മത്സരങ്ങൾ. അപ്പോൾ ഈ 3 മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചെന്നൈക്ക് പ്ലേ ഓഫിലേക്ക് കടന്നു വരാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? ഒരു കളി വരാൻ പോകുന്നത് ഇപ്പോൾ LSG ആയിട്ടാണ്. അവർ ഔട്ടാണ്. പക്ഷെ അത് കാരണം അവർ എഴുതി തള്ളാനും പറ്റില്ല. എന്നുവെച്ചാൽ പല കളിക്കാരും ഋഷഭ് പന്ത് അടക്കം അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണ് കളിക്കുന്നത്. അതെ. പിന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള മാച്ച് ചെപ്പോക്കിൽ സൺറൈസേഴ്സ് ആയിട്ട് അത് ജയിക്കുന്ന ടീമിന് ചിലപ്പോൾ പ്ലേ ഓഫിൽ തന്നെ ഹോം അഡ്വാൻറ്റേജ് ഒക്കെ കിട്ടിയെന്ന് വരും. അപ്പോൾ അതൊരു വലിയൊരു കളിയായിരിക്കും. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ സഞ്ജുവിൻ്റെ ഫോമാണ്. സഞ്ജു ഈ സീസൺ മുഴുവൻ എപ്പോൾ പെർഫോം ചെയ്തിട്ടുണ്ടോ ആ കളി സാധാരണ CSK ജയിച്ചിട്ടുണ്ട്. അതിപ്പോൾ സെഞ്ചുറി ആയിക്കോട്ടെ, ഇന്നലത്തെ ആ തുടക്കം കൊടുത്തത് 14 ബോളിൽ 28 റൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആ റൺ റേറ്റ് പ്രഷർ പോയി. പിന്നെ ബാക്കിയുള്ള കളിക്കാർക്ക് കുറച്ച് നോർമലായിട്ട് കളിക്കാൻ പറ്റി. അപ്പോൾ ആ സഞ്ജുവിൻ്റെ പ്രദർശനം അനുസരിച്ചിരിക്കും. എന്താ വെച്ചാൽ മിഡിൽ ഓർഡർ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കാർത്തിക് ശർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ്, പ്രശാന്ത് വീറിന് എല്ലാ കളിയിലും ഒന്നും ക്ലിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ കൺസിസ്റ്റൻസി ഇല്ല. ശിവം ദൂബെ അതേപോലെ തന്നെ. അപ്പോൾ ആ ഒരു മിഡിൽ ഓർഡർ കവർ ചെയ്യാൻ സഞ്ജു പെർഫോം ചെയ്യണം. പിന്നെ ഓപ്പണിങ്ങിലേക്ക് വരികയാണെങ്കിൽ സഞ്ജു നല്ലൊരു തുടക്കം ടീമിന് നൽകുന്നുണ്ട്. അപ്പോൾ തുടക്ക മത്സരങ്ങളിൽ നമ്മൾ ഉർവിൽ പട്ടേലിൽ ടീമിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഉർവിൽ പട്ടേലിൻ്റെ ഒരു ഗംഭീര ഇന്നിങ്സ് നമ്മൾ കണ്ടു. കുറഞ്ഞ ബോളിൽ 50 അടിച്ച് IPL റെക്കോർഡ് തന്നെ സ്വന്തമാക്കുന്നത് കണ്ടു. അത്തരത്തിൽ ടോപ്പ് ഓർഡർ ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന CSK കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അവസാന ഓവറിലാണ് അവർ ജയിച്ചു കയറിയത്. അപ്പോൾ അത്തരത്തിൽ മിഡിൽ ഓർഡറിൽ കാര്യമായ ഈ പ്രശ്നങ്ങൾ അവർക്ക് അടുത്ത മത്സരങ്ങളിൽ എങ്ങനെയായിരിക്കും അത് ബാധിക്കാൻ പോകുന്നത്? അത് ഈ പല ടീമിനുള്ള പ്രശ്നം അതാണ്. ഇപ്പോൾ ഗുജറാത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതേ പ്രശ്നമാണ്. ഇപ്പോൾ ഗില്ലും സായ് സുദർശനും ബട്ട്ലറും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കര ഒരു ഗ്യാപ്പാണ് ക്വാളിറ്റിയിൽ ബാക്കി മിഡിൽ ഓർഡർ കളിക്കാരുമായിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ RCB നോക്കിക്കഴിഞ്ഞാൽ ജിതേഷ് ശർമ്മ വളരെ മോശം ഫോമിലാണ്. ടിം ഡേവിഡ് കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര ക്ലിക്ക് ചെയ്തിട്ടില്ല. പഞ്ചാബിനും ഇതേ പ്രശ്നം. മറ്റേ പ്രഭ്സിമ്രനെയും പ്രിയൻഷ് ഷാരിയും കൺട്രോൾ ചെയ്താൽ ബാക്കി ആരുണ്ട് എന്നുള്ളൊരു ചോദ്യം വരും. ശ്രേയസ് അയ്യർ പെർഫോം ചെയ്തിട്ടുണ്ട്, ബാക്കി പക്ഷെ പല കളിക്കാരും മോശമായിട്ടുണ്ട്. അപ്പോൾ അതേ പ്രശ്നം തന്നെയാണ് ചെന്നൈക്ക്. അവർക്ക് കിട്ടിയൊരു ഭാഗ്യം ഉർവിൽ പട്ടേലാണ്. ആയുഷ് മാത്രമേ പോയപ്പോൾ എല്ലാവരും വിചാരിച്ചു അയ്യോ പോയി, ഇനിയിപ്പോൾ ഈ സീസൺ എഴുതി തള്ളാന്ന്. പക്ഷെ അതിന് പകരം ഉർവിൽ പട്ടേൽ വന്നിട്ട് ആ ഒരു ടോപ്പ് ഓർഡർ ഹിറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ മൊത്തത്തിൽ ഈ IPL എടുത്ത് നോക്കുമ്പോൾ ഈ ഇതുവരെയുള്ള പ്രകടനം ഈ പോയിന്റ് ടേബിള് വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നത് കാണുന്നുണ്ട്. മാറി മാറി വരികയാണ്. ഇന്നലെ ജയിച്ചതോടുകൂടി RCB 1-ാം സ്ഥാനത്തേക്ക് വന്നു. ഇനി അടുത്ത മത്സരത്തിൽ ജയിച്ചാൽ പഞ്ചാബ് വീണ്ടും 1-ാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത്തരത്തിൽ ഈ സീസണ് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? കൂടുതലും അത് നല്ല കാര്യമാണ്. എന്താ വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു 6 or 7 മികച്ച ടീമുകളുണ്ട്. ഇപ്പോൾ 7-ാം സ്ഥാനത്ത് വന്നു KKR. അവർക്ക് വരെ സാധ്യതയുണ്ട് കയറാൻ. എന്താ വെച്ചാൽ ഇപ്പം 4 കളി അടുപ്പിച്ച് ജയിച്ചു. സ്പിന്നേഴ്സ് ആദ്യ ഫോമിലാണ്. അപ്പോൾ ഒരു ലോ സ്കോറിങ് മാച്ചാണെങ്കിൽ KKRന് ആരെയും തോൽപ്പിക്കാം. അവരുടെയും ബാറ്റിംഗ് പക്ഷെ പോക്ക. അപ്പോൾ ഒരു ഹൈ സ്കോറിങ് മാച്ചായി കഴിഞ്ഞാൽ KKRന് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കണ്ടീഷൻസ് അനുസരിച്ചിരിക്കും കുറേയൊക്കെ. പിന്നെ ഈ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഒരു കാര്യം, അവർ പുറത്തായ ഒരു ടീമാണ്. അപ്പോൾ അവർ വലിയ പ്രതീക്ഷയോടെ എത്തിച്ചൊരു പ്ലെയർ ആയിരുന്നു ഋഷഭ് പന്ത്. പക്ഷേ ഋഷഭ് പന്തിൽ നിന്ന് ആ ഒരു പ്രതീക്ഷിച്ച ഒരു ഇന്നിങ്സ് അവർക്ക് കിട്ടിയിട്ടില്ല. അത് അവരുടെ ഒരു പെർഫോമൻസിനെ ബാധിക്കുന്നു. അതേപോലെ ഈ കോടികൾ നൽകി കൊണ്ടുവരുന്ന പല കളിക്കാരും ഇത്തരത്തിൽ പ്രതീക്ഷിച്ച ഒരു പ്രകടനം നടത്തുന്നില്ല എന്നുള്ളതും ഈ സീസണിൽ നമ്മൾ പലതവണ കണ്ടു. അപ്പോൾ അത് എങ്ങനെയായിരിക്കും ടീമുകളെ ബാധിച്ചിട്ടുണ്ടാകുക? ലക്നൗവിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആ അന്തരീക്ഷം ആകപ്പാട് ടോക്സിക്കാണ്. ഓണർഷിപ്പ് എപ്പോഴും ആ ബോക്സിലിരുന്നിട്ട് ഓരോന്ന് കാണിക്കുക, കളി കഴിഞ്ഞിട്ട് കളിക്കാരെ പോയി സംസാരിക്കുക. അത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവരുടെ മേലെ പ്രഷർ വല്ലാതെ കൂടും, പ്രത്യേകിച്ച് ഒരു തോൽക്കണ ടീമാകുമ്പോൾ. അപ്പോൾ പിന്നെ പന്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്ത് കണ്ടിട്ടാണ് അവർ ഇത്രയും പൈസ കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഒരു 4-5 കൊല്ലമായിട്ട് പന്തിൻ്റെ T20 പെർഫോമൻസ്, ടെസ്റ്റിൽ ഉഗ്രം കളിക്കാരനാണ്. പക്ഷെ T20 പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ
ആ ഒരു 18-19 ഒരു പീക്കിന് ശേഷം താഴോട്ടേ പോയിട്ടുള്ളൂ. അപ്പോൾ അത്രയും പൈസ കൊടുത്ത് പിന്നെ അവരുടെ വലിയൊരു പ്രതീക്ഷ നിക്ലസ് പൂരാനായിരുന്നു. പൂരാൻ ഈ സീസൺ ഈ കഴിഞ്ഞ 2 കളിക്ക് മുമ്പ് വരെ ഈ 100 റണ്ണും കൂടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്റർനാഷണൽ റിട്ടയർ ചെയ്തത് ഒരു കാരണമായിരിക്കും അല്ലേ അത്? അത് തീർച്ചയായിട്ടും എന്താ വെച്ചാൽ കളിക്കാർക്ക് ടച്ച് പോകും. ഇപ്പോൾ ഗ്ലെൻ മഗ്രാത്തിനെ വരെ ഡൽഹി ഡെയർഡെവിൾസ് ഡ്രോപ്പ് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് 2009. അപ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങനെ നിങ്ങൾ മഗ്രാത്തിനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അപ്പോൾ സെവാഗ് പറഞ്ഞു ഇവന് പ്രാക്ടീസ് ഇല്ല. അപ്പോൾ നെറ്റ്സിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പണ്ടത്തെ മഗ്രാത്ത് അല്ല എന്ന്. അപ്പോൾ ആ എല്ലാ ദിവസവും കളിക്കണ ആ ഒരു ശീലം പോയി കഴിഞ്ഞാൽ ഏതൊരു കളിക്കാരൻ, അത് പറയുമ്പോൾ പൂരാൻ വളരെ ചെറുപ്പമാണ്. മഗ്രാത്തിന് അപ്പം 38 വയസ്സാണ്. ഇത് അതല്ല സ്ഥിതി. സാറിന് ഇതിൽ ഏതൊക്കെ ടീമുകളായിരിക്കും പ്ലേ ഓഫിലേക്ക് വരാനുള്ള ഒരു സാധ്യത നിലവിലൊരു പ്രകടനം വിലയിരുത്തിയാൽ? ഇപ്പം പാറ്റ് കമ്മിൻസ് തിരിച്ചു വന്നതിന് ശേഷം സൺറൈസേഴ്സ്, പിന്നെ സൺറൈസേഴ്സിൻ്റെ ബാറ്റിംഗ് ഭീകരമാണ് ശരിക്കും. പ്രത്യേകിച്ച് ഹെഡും അഭിഷേകും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇഷാൻ കിഷൻ നല്ല ഫോമിലാണ്, നിതീഷ് റെഡ്ഡി ബാറ്റും ബോളും വെച്ചിട്ട്. അപ്പോൾ അവരുണ്ടാവുമെന്ന് എനിക്ക് ഏകദേശം ഉറപ്പാണ്. പിന്നെ RCB കോഹ്ലി 2 കളി ഫെയിലായിട്ടുണ്ട്, എന്നിട്ടും അവർ ഇപ്പോൾ ടോപ്പ് സ്പോട്ടിലാണ്. പിന്നെ ഹേസൽവുഡ് എല്ലാ മാച്ചും കൺസിസ്റ്റൻ്റ് അല്ലെങ്കിലും അത് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഭുവിക്ക്. പിന്നെ കൃണാൽ പാണ്ഡ്യ ഉഗ്രം ഫോമിലാണ്. അപ്പോൾ പിന്നെ ടിം ഡേവിഡൊക്കെ ഈ വലിയ കളിയാകുമ്പോൾ ക്ലിക്ക് ചെയ്യുന്നതാണ് അവരുടെ പ്രതീക്ഷ. അപ്പോൾ RCBയും എത്തേണ്ടതാണ്. ഇനി ശരിക്കും ഒരു കളി ജയിച്ചാൽ പ്ലേ ഓഫിൽ എത്തേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ സൺറൈസേഴ്സും RCBയൊക്കെ. രാജസ്ഥാൻ നേരെ തിരിച്ച് താഴോട്ടാണ് പോകുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഷെയ്ൻ ബോണ്ടിൻ്റെ പ്രസ് കോൺഫറൻസ് കണ്ടു. സ്വന്തം ബോളേഴ്സിനെ പറ്റി ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. നിങ്ങളും പഞ്ചാബും ഒന്നും ശരിക്കും ബോളിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. മുഴുവൻ ശ്രദ്ധയും ബാറ്റിങ്ങിലാണ്. അപ്പോൾ ബോളിങ്ങിൽ ഒരു കളിക്കാരൻ ഓഫ് കളറാണെങ്കിൽ പോയി. ഇപ്പോൾ ജോഫ്ര ആർച്ചർ നിങ്ങളുടെ ഫസ്റ്റ് സ്പെല്ലിൽ വിക്കറ്റ് എടുത്തില്ലെങ്കിൽ രാജസ്ഥാൻ എല്ലാ കളിയിലും 220 റൺ 230 റണ്ണ് വഴങ്ങണം. അതേപോലെ അപ്പുറത്ത് അർഷ്ദീപ് സിംഗ് വിക്കറ്റ് എടുത്തില്ലെങ്കിൽ പഞ്ചാബിൻ്റെ സ്ഥിതി ഇതാണ്. ഇപ്പോൾ ഈ 2 ടീമിനും ആ ഒരു പ്രശ്നമുണ്ട്. ചെന്നൈക്ക് ബോളിംഗ് ഇപ്പോൾ ഒന്നും കൂടി നന്നായിട്ടുണ്ട്. അതെ, അപ്പം അവർക്ക് ആ കൺട്രോൾ കിട്ടുന്നുണ്ട്. അപ്പം ഈ പ്ലേ ഓഫ് ആ ഒരു സാഹചര്യം വരുമ്പോൾ നല്ല ബോളിംഗ് സൈഡ്സ് ആയിരിക്കും മുന്നോട്ട് പോവുക. ഗുജറാത്ത് ടൈറ്റൻസ് അതേപോലെ ഉജ്ജ്വല ബോളിംഗ് നല്ല ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അത് ശുഭ്മൻ ഗില്ലിന് ഒരു വലിയൊരു തലവേദന. ക്യാപ്റ്റന് ഇത് ഈ ബോളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ സിറാജ് ഫോമിലാണ്, റഷീദ് ഖാൻ 2 കൊല്ലത്തിന് ശേഷം നല്ല ഫോമിലേക്ക് തിരിച്ചു വന്നു, റബാഡ ഉഗ്രം ഫോമിലാണ്. ഇപ്പം ഇതിൽ പലരും പേർപ്പിൾ ക്യാപ്പിന് ഫൈറ്റ് ചെയ്യണ ബോളർമാരാണ്. അപ്പം അത് ഒരു വലിയൊരു വ്യത്യാസമാണ്. ഗുജറാത്ത് പ്രിൻസ് യാദവ് ലക്നൗ ഒരു മോശം ടീമിൽ തിളങ്ങാന്ന് പറഞ്ഞാൽ അത് വലിയൊരു അച്ചീവ്മെന്റ്. പ്രിൻസ് യാദവിനെ ശരിക്കും ഇന്ത്യൻ ടീമിലല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇന്ത്യ A ടീമിലെങ്കിലും വരേണ്ട കളിക്കാരന്. അപ്പോൾ ബോളിങ്ങിൽ പലപ്പോഴും ഈ ഷെയ്ൻ ബോണ്ട് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം, അതായത് ബാറ്റർമാർ പലതരത്തിലുള്ള ഷോട്ടുകൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ബോളർമാർ വേരിയേഷൻ കൊണ്ടുവരുന്നത് ഈ IPL പോലുള്ള ഫ്ലാറ്റ് പിച്ചിൽ കളിക്കുമ്പോൾ അത് നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം ബോളർമാർക്ക് അധികം തല്ലുകൊള്ളുന്നൊരു സ്ഥിതി വരുന്നത് കൊണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അത്? പക്ഷെ അധികം വേരിയേഷൻ വന്നാലും പ്രശ്നം. ഇപ്പോൾ ഭുവനേശ്വറിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശക്തി എന്താ, കൺസിസ്റ്റൻസിയാണ്. ആ 4th സ്റ്റമ്പിൽ നല്ല ലെങ്ത്തിൽ കുറച്ച് സ്വിങ്ങോടുകൂടി എറിയാൻ പറ്റണം. അതിപ്പോൾ ലോകത്തെ ഏത് ബാറ്റ്സ്മാൻ ആയാലും അവർക്കത് ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഒരു കോഹ്ലി ആയാലും ഇപ്പോൾ പ്രിൻസ് യാദവിൻ്റെ ആ ഒരു ബോൾ ആ നല്ലൊരു ലെങ്ത്തിൽ കുറച്ച് മൂവ്മെൻറ്റോടുകൂടി എറിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ബാറ്റ്സ്മാൻ വരെ ബുദ്ധിമുട്ടാണ്. അത് പക്ഷെ ഇപ്പോൾ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ കുറേ അധികമായിട്ടുണ്ട് ചിലർക്ക്.